നമസ്കാരം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഹമാസിന്റെ ഉപനേതാവ് സലേഹ് അൽ അറൂറിയുടെ വധം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന് തെക്ക് ദഹിയയിലാണ് അറൂറിയെയും അംഗരക്ഷകരെയും ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത്. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിലേക്ക് ദിവസേന എന്നോണം മിസൈൽ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലെബനൻ. ഹമാസിനെ പോലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ളയും. അറൂറിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് രണ്ടു കൂട്ടരും പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധം ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കും എന്ന ആശങ്ക ഉയർന്നിരിക്കുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ബന്ധം മുൻപേ സംഘർഷഭരിതമാണ്. ബെയ്റൂട്ടിൽ അരൂരിയെ വധിച്ചതിനെ ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിതാക്കി അപലപിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ലെബനനും പെട്ടുപോകുമോ എന്ന ഭീതിയും അദ്ദേഹത്തിനുണ്ട്. ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചാൽ ലെബനനെ ഗാസയാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. യുദ്ധം മാസങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും വരെ യുദ്ധം തുടരും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പുതിയ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നത്. അതോടൊപ്പം ഇറാനിലേക്ക് യുദ്ധം വ്യാപിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ ആത്മാഭിമാനത്തിനു വേണ്ടിയാണ് ഹമാസ് അംഗങ്ങൾ രക്തസാക്ഷികളാകുന്നത് എന്നാണ് അറൂറിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ പറഞ്ഞത്. പലസ്തീൻ ഒരിക്കലും തോൽക്കില്ലെന്നും ഇസ്രായേലിനെ തകർക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷതയെയും അറൂറി വധത്തെ അപലപിച്ചു. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേതാവാണ് അറൂറി. സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡിന്റെ സഹസ്ഥാപകൻ. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അൽ ഖസം ബ്രിഗേഡ്സിനെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അറൂറിയാണ്. ഇറാനും ഹിസ്ബുള്ളയും ഹമാസും തമ്മിലുള്ള പ്രധാന കണ്ണിയും ഇയാൾ തന്നെയായിരുന്നു. ഇവയെല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ച സലേഹ് അൽ അറൂറി എന്ന ഹമാസ് കമാൻഡർ. 2015 അമേരിക്ക അറൂറിയെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $50 ലക്ഷം പാരിതോഷികവും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അറൂറിയുടെ വധത്തോടെ ഹമാസ് പ്രതിരോധത്തിലാണ് എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. കൂടാതെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൂടുതൽ സന്നാഹങ്ങളെ ലെബനനിലേക്ക് അയക്കും എന്ന റിപ്പോർട്ടുമുണ്ട്. പ്രധാനമായും ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെയും തുരങ്കങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം തുടരുന്നത്. 22,000-ലധികം ഫലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നത്. യുദ്ധം കൂടുതൽ രൂക്ഷമായാൽ അത് ഫലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്നും അതുപോലെ ലെബനനും ഇറാനും വലിയ ദോഷമാകും എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇറാനെയും ലെബനനെയും കൂടി ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു മഹായുദ്ധമായി മാറാനുള്ള സാധ്യതയും ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ അമേരിക്ക ഇപ്പോൾ പ്രധാനപ്പെട്ട നിലപാടുകൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിനെ ഒരു വേള തള്ളിപ്പറയാൻ അമേരിക്ക തയ്യാറായി എങ്കിലും ഹമാസിന്റെ ഭീകരവാദവും ഹിസ്ബുള്ളയുടെ മതഭീകരവാദവും ഒക്കെ തന്നെ അപലപിച്ചുകൊണ്ട് ബൈഡൻ ഭരണകൂടം നേരത്തെ രംഗത്ത് വന്നിരുന്നു. അറൂറിയുടെ വധത്തോടെ യുദ്ധം കൂടുതൽ രൂക്ഷമായാൽ അവ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഫലസ്തീൻ ജനതയെ തന്നെയാണ്, ഒപ്പം ലെബനൻ ജനതയെയും. ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇപ്പോൾ കാര്യമായി ഇടപെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. സംഘർഷഭരിതമായ അവസ്ഥയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നിലകൊള്ളുന്നത്. ഫലസ്തീൻ ജനത കൂട്ടപലായനം തുടരുകയാണ്. ഈജിപ്തിലെ റഫ അതിർത്തി വഴിയാണ് ഏറ്റവും കൂടുതൽ പലായനങ്ങൾ നടക്കുന്നത്. അറൂറിയുടെ വധത്തോടെ പ്രതികാരദാഹവുമായി ഹമാസ് തിരിച്ചടിക്കും എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്.